നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ചാലക്കുടി നഗരസഭയിലെ 45 കുടുംബങ്ങൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകാൻ കൗൺസിൽ തീരുമാനം. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ 24.5 കോടി രൂപയുടെ പദ്ധതികൾക്ക് കൗൺസിൽ അംഗീകാരം നൽകി. അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആമ്പല്ലൂരിൽ വീണ്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വ്യാഴാഴ്ച രാവിലെ മുതലാണ് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. ഗ്രാമിന് ഇന്ന് 195 രൂപ കുറഞ്ഞ് 8610 രൂപയായി. പവന് 1560 രൂപ കുറഞ്ഞ് 68880 രൂപയായി. വാർത്തകൾ വിശദമായി. ചാലക്കുടി നഗരസഭ വിവിധ ഘട്ടങ്ങളിൽ ചേരി പ്രദേശങ്ങളിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ചവരും ഇപ്പോൾ കൈവശം വെച്ച് താമസിച്ചു വരുന്നവരുമായ 45 കുടുംബങ്ങൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകാൻ കൗൺസിൽ തീരുമാനിച്ചു. പതിറ്റാണ്ടുകളായി ഗാന്ധിനഗറിൽ താമസിക്കുന്ന 19, വെട്ടുകടവിലെ 19, ഉറുമ്പൻകുന്നിലെ 8 വീതം കുടുംബങ്ങൾക്കാണ് ഉടമസ്ഥാവകാശം നൽകാൻ തീരുമാനിച്ചത്. നഗരസഭയുടെ 2025-26 വാർഷിക പദ്ധതിയിൽ സ്പിൽ ഓവർ പ്രോജക്റ്റുകൾ ഉൾപ്പെടെ 24.5 കോടി രൂപയുടെ പദ്ധതികൾക്ക് കൗൺസിൽ അംഗീകാരം നൽകി. മാലിന്യ സംസ്കരണം, ഭവന നിർമ്മാണം, റോഡ് നവീകരണം, മോഡൽ റോഡുകളുടെ നിർമ്മാണം, നന്മ ലഹരി തുടർ പ്രവർത്തനങ്ങൾ, നഗര സൗന്ദര്യവൽക്കരണം, ടൗൺ ഹാൾ സൗകര്യം വർദ്ധിപ്പിക്കൽ, കലാഭവൻ മണി പാർക്ക് സൗകര്യമൊരുക്കൽ, അംഗൻവാടി കെട്ടിട നിർമ്മാണം, സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി, കർഷക ചന്ത, കമ്മ്യൂണിറ്റി ഹാളുകളുടെ നവീകരണം, ചാലക്കുടി ഫെസ്റ്റ്, ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായം, പാലിയേറ്റീവ് പദ്ധതി, മാർക്കറ്റ് നവീകരണം, പോട്ട കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം തുടങ്ങിയവയാണ് പ്രധാന പദ്ധതികളായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫുട്ബോൾ രംഗത്ത് ചാലക്കുടിയുടെ അഭിമാനമായിരുന്ന ദേശീയ താരവും ദേശീയ പരിശീലകരുമായിരുന്ന TK ചാത്തുണ്ണിയുടെ 1ാം ചരമവാർഷികം ചാലക്കുടിയിലെ ഫുട്ബോൾ ക്ലബ്ബുകളുടെ സഹകരണത്തോടെ വിപുലമായി സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു. അനുസ്മരണ ചടങ്ങിനോടനുബന്ധിച്ച് ഉണ്ണുനീലി വായനശാലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഫുട്ബോൾ മത്സര പരിപാടികളിലും നഗരസഭാ കൗൺസിലിന്റെ സഹകരണം ഉറപ്പാക്കാനും തീരുമാനിച്ചു. ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷനായി. VJ ജോജി, CS സുരേഷ്, ബിജു S ചിറയത്ത്, VO പൈലപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആമ്പല്ലൂരിൽ വീണ്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി കരാർ കമ്പനി. വരന്തരപ്പിള്ളി, കല്ലൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനിലെത്തി തൃശൂർ ഭാഗത്തേക്ക് പോകണം. വ്യാഴാഴ്ച രാവിലെ മുതലാണ് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. അടിപ്പാതയുടെ റോഡ് നിർമ്മാണത്തിനായി കാന തീർത്തതുമൂലമാണ് നിലവിലുള്ള റോഡ് അടച്ച് വാഹനങ്ങൾ തിരിച്ചുവിട്ടത്. ആമ്പല്ലൂരിൽ നിന്ന് വാഹനങ്ങൾ ചാലക്കുടി ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലൂടെയാണ് കടത്തിവിടുന്നത്. പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിലെത്തുന്ന വാഹനങ്ങൾ ദേശീയപാതയിലേക്ക് പ്രവേശിച്ച് ചാലക്കുടി ഭാഗത്തേക്ക് പോകണം. സർവീസ് റോഡിലൂടെ എല്ലാ വാഹനങ്ങളെയും കടത്തിവിട്ടതോടെ വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. പാലിയേക്കര ടോൾ പ്ലാസ കടന്നും വാഹനങ്ങളുടെ നിര നീണ്ടു. ആമ്പല്ലൂരിലെ തിരക്ക് നിയന്ത്രിക്കാൻ ചാലക്കുടി ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം അധികൃതർ അടച്ചുകെട്ടി. ഇനി മുതൽ ബസ്സുകൾ കുറച്ചു മുന്നിലുള്ള സർവീസ് റോഡിനോട് ചേർന്നാണ് നിർത്തേണ്ടത്. ഇത്തരത്തിൽ ബസ്സുകൾ നിർത്തുന്നതും ദേശീയപാതയിൽ തിരക്കിന് കാരണമാകുന്നുണ്ട്. ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ മാത്രം 1 കിലോമീറ്ററിലേറെ കടത്തിവിടുന്നതാണ് ഗതാഗതക്കുരുക്ക് ഒഴിയാത്തതിൻ്റെ കാരണം. എന്നാൽ അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഇത്തരത്തിലുള്ള ഗതാഗത നിയന്ത്രണമാണ് സാധ്യമാകുന്നതെന്നാണ് അധികൃതർ പറയുന്നത്. മീഡിയ ടൈം, തൃശൂർ. മാള ആലത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ഹനുമാൻ സന്നിധിയിൽ തൃശൂർ ബ്രഹ്മസ്വം മഠം തെക്കേ മഠം മൂപ്പിൽ സ്വാമിയാർക്കും ആരൂർ വാസുദേവൻ സോമയാജിപ്പാട്ടിനും പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. തുടർന്ന് സ്വാമിയാരുടെ പുഷ്പാഞ്ജലി, ഭിക്ഷ വെച്ച് നമസ്കാരം എന്നിവ നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ഭക്തർക്ക് മാതൃസമിതിയുടെ അന്നദാനം നടന്നു. സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. ഗ്രാമിന് ഇന്ന് 195 രൂപ കുറഞ്ഞ് 8610 രൂപയായി. പവന് 1560 രൂപ കുറഞ്ഞ് 68880 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. രാജ്യാന്തര വിലയുടെ തകർച്ചയാണ് കേരളത്തിലും പ്രതിഫലിച്ചത്. ഏപ്രിൽ 22-ന് പവന് 74,320 രൂപയായിരുന്നു. ഇതുവരെ 5440 രൂപയും ഗ്രാമിന് 680 രൂപയുമാണ് കുറഞ്ഞത്. കൊരട്ടി പഞ്ചായത്ത് 17-ാം വാർഡ് പ്രതീക്ഷ വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ വയോജന സംഗമം നടത്തി. ക്ലബ് അംഗം ജോർജ് നാലപ്പാട്ടിന്റെ കൃഷിയിടത്തിൽ നടത്തിയ സംഗമത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് ജോസഫ് വർഗീസ് വെളിയത്ത് അധ്യക്ഷത വഹിച്ചു.
ക്ലബ് അംഗം ജോർജ് മില്ലറ്റ് കൃഷിയെപ്പറ്റിയും നാടൻ കൃഷിയെക്കുറിച്ചും കൃഷിയിടത്തിലെ വിവിധതരം കൃഷി വിഭവങ്ങളെക്കുറിച്ചും പരിചയപ്പെടുത്തി. സെക്രട്ടറി വി.സി. ജോണി, വൈസ് പ്രസിഡന്റ് ടി.ടി. ഡേവിസ്, കെ.കെ. ഡേവിസ്, കെ.ഒ. ജോസ്, എം.ഒ. ജോണി, ആൻഡ്രു പി.സി. എന്നിവർ സംസാരിച്ചു. തുടർന്ന് ക്ലബ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പഴയ കാലത്തെ കൃഷിയിലേക്ക് ജനങ്ങളെ ശ്രദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ മില്ലറ്റ് കുറച്ച് സാധനങ്ങൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ചാമ, പുല്ല്, കുതിരവാലൻ, ചൊരിയോളം, കമ്പം, ഇങ്ങനെയുള്ള 5 കൂട്ടങ്ങൾ ഞാനിവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. പലതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞു. ഞാൻ ഇതിനെ പ്രകൃതിയെ നിങ്ങൾ സ്നേഹിക്കുക എന്നൊരു തത്വമാണ് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത്. എൻ്റെ ഈ ഫാമല്ല, ഈ കൃഷി സ്ഥലത്ത് ഏറ്റവും കൂടുതൽ മരങ്ങളായിരിക്കും. ഞാൻ ഒന്നും വെച്ച് പിടിപ്പിക്കാത്ത മരങ്ങളാണ്. അതിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്. പലർക്കും അതിനോട് യോജിപ്പില്ല എങ്കിൽ തന്നെയും ഞാനത് കൊണ്ടു നടക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി നഗരസഭയിലെ 45 കുടുംബങ്ങൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകാൻ കൗൺസിൽ തീരുമാനം. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ 24.5 കോടി രൂപയുടെ പദ്ധതികൾക്ക് കൗൺസിൽ അംഗീകാരം നൽകി. അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആമ്പല്ലൂരിൽ വീണ്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വ്യാഴാഴ്ച രാവിലെ മുതലാണ് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. ഗ്രാമിന് ഇന്ന് 195 രൂപ കുറഞ്ഞ് 8610 രൂപയായി. പവന് 1560 രൂപ കുറഞ്ഞ് 68880 രൂപയായി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.